ഉഹുദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ തിരിച്ചു വരുമ്പോ ബനൂ ദീനാർ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവരെ സ്വഹാബിമാർ കാണുകയാണ്. യുദ്ധത്തിൽ നിന്ന് തിരിച്ചു വരുന്നവരെ അന്വേഷിക്കാനാണ് അവർ മദീനയിൽ എത്തിയിട്ടുള്ളത്. അവരെ കണ്ട സമയത്ത് വളരെ വിഷമത്തോടുകൂടി സ്വഹാബിമാർ അവരോട് പറഞ്ഞു, താങ്കളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ സഹാബത്തിനിടയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, താങ്കളുടെ സഹോദരനും മരണപ്പെട്ടിട്ടുണ്ട്. വീണ്ടും ആരെയോ കാണാൻ വേണ്ടി അവരിങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, താങ്കളുടെ പിതാവും മരണപ്പെട്ടിട്ടുണ്ട്. ബനൂ ദീനാർ ഗോത്രക്കാരിയായ സ്ത്രീ ചോദിച്ചു, മാ ഫഅല റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെ? പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ അവര് പറഞ്ഞു, ഇല്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അറൂനി റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകരെ അവർ നേരിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജല്ലൽ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എങ്കിൽ എനിക്ക് ബാക്കി എന്നെ ബാധിച്ച മുസീബത്ത്, പ്രയാസങ്ങൾ, അതെനിക്ക് വലിയ പ്രയാസമല്ല എന്ന് സ്വഹാബത്തിനോട് ആ സ്ത്രീ പറയുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോ കേവലം പ്രവാചകനോടുള്ള ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയുന്നതല്ല, സത്യസന്ധമായി ജീവിതത്തിലൂടെ കുടുംബത്തിൽ നിന്ന് ഭർത്താവടക്കം 3 പേർ മരണപ്പെട്ട് കഴിയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലതും സംഭവിച്ചോ എന്ന ആ ചോദ്യം ആത്യന്തികമായി ആത്മാർത്ഥതയുള്ള സത്യസന്ധമായ ഒരു ഇഷ്ടമായി നിലനിന്ന ഒന്ന്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നിരവധി പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തെയും നൗഫൽ ഇബ്നു ഖുബൈലിദ് റളിയല്ലാഹു അൻഹുവിനെയും കെട്ടിയിട്ടുകൊണ്ടായിരുന്നു മർദ്ദിച്ചിരുന്നത്. ക്രൂരമായ ചാട്ടവാറിന്റെ അടിയേറ്റുകൊണ്ട് പുളഞ്ഞിരുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അൽ ഖരീനൈൻ, കെട്ടിയിട്ട് പീഡിപ്പിക്കപ്പെട്ടവർ എന്നാണ് ചരിത്രത്തിൽ അവർ അറിയപ്പെടുന്നത്. ഉഹുദ് യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ മാരകമായ അക്രമങ്ങൾ ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അമ്പുകൾ തന്റെ പുറം കാണിച്ചു കൊടുത്തുകൊണ്ട് തടഞ്ഞ മഹാനായ ഒരു പ്രവാചകനാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. നിരവധി മുറിവുകൾ അദ്ദേഹത്തിന് ബാധിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിനും കാലിനും ശരീരത്തിനും എല്ലാം മുറിവുകൾ ബാധിച്ചു. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന അമ്പുകളെ സ്വന്തം ശരീരം കൊണ്ട് പ്രതിരോധിച്ച അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അറാദ അൻ യൻദുറ ഇലാ ശഹീദിൻ യംശി അലാ വജ്ഹിൽ അർളി ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു ശഹീദിനെ കാണണം. യുദ്ധത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഷഹീദാകുക. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന, നടന്നു പോകുന്ന ഒരു ഷഹീദിനെ കാണണമെങ്കിൽ നിങ്ങൾ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയിലേക്ക് നോക്കൂ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട സഹാബിമാരുടെ എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകനെ ആത്മാർത്ഥമായി, സത്യസന്ധമായി ഇഷ്ടപ്പെട്ട, അങ്ങനെ ഇഷ്ടപ്പെടണം എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങളോടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, നീ യഥാർത്ഥ മുസ്ലിം ആകുകയില്ല. കാരണം അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന വഹയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ളത് കൊണ്ട് നബി അതിനെ തിരുത്തുകയാണ്. ഞാൻ എന്റെ കാര്യത്തിൽ എന്നെക്കുറിച്ച് എന്റെ ജന്മദിനം ആഘോഷിക്കാൻ പറഞ്ഞാൽ അത് എനിക്കൊരു മോശമല്ലേ? ഞാൻ തന്നെ പറയുകയോ അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, താങ്കളെ കഴിഞ്ഞാലല്ല,
അള്ളാഹുവിനെയും പ്രവാചകനായ എന്നെയും കഴിഞ്ഞാൽ ശേഷമാണ് താങ്കളെ ഇഷ്ടപ്പെടേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ അത് തിരുത്തുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി സ്നേഹിച്ച വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ, ഇങ്ങനെ എണ്ണി 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 ഓരോ വിഭവങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതിനേക്കാൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടാലേ ഒരു മനുഷ്യൻ വിശ്വാസിയാകുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. ജനിച്ച ദിവസങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നത് 40 വയസ്സിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അത് റബീഉൽ അവ്വലിൽ തന്നെ വ്യത്യസ്ത ഡേറ്റുകളും അതല്ലാത്ത ദിവസങ്ങളും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. ഇനി അത് റബീഉൽ അവ്വൽ തന്നെ ആയിക്കോട്ടെ. എന്നാൽ മരണപ്പെട്ട ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം മരണപ്പെടുന്നത് പ്രവാചകനായതിനു ശേഷമാണ്. അതുകൊണ്ട് ആ രേഖ വളരെ കൃത്യമായി. ആ മരണം എന്നത് സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തരം ഭ്രാന്തൻ അവസ്ഥയിലേക്ക് മാറി. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന് ആരാണോ പറയുന്നത് അവനെ ഞാൻ കൊല്ലും. അവനെ എനിക്കൂടെ മരണപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ മരിക്കേ. അവര് പ്രതീക്ഷിക്കുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരണം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ശാന്തം വളരെ പ്രയാസകരമായ അവസ്ഥയിലേക്ക് ആ അവസരം മാറി. അത് ശാന്തമാക്കാൻ എല്ലാവരും പ്രയാസപ്പെട്ടു. വല്ലാതെ സഹാബത്ത് ദുഃഖിച്ച് സങ്കടപ്പെട്ട് തങ്ങളുടെ കൂടെ അത്രയും കാലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരോടും മറുത്തൊരു വാക്ക് പറയാത്ത നല്ല സ്വഭാവമുള്ള എല്ലാവരും സത്യസന്ധമായി സ്നേഹിച്ചിരുന്ന ഒരു പ്രവാചകൻ അവരുടെ ഇടയിൽ നിന്ന് മരണപ്പെടുകയാണ്. ആ രംഗം ശാന്തമാക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ, ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നത്, ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ രംഗം ശാന്തമാക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ആ പ്രവാചകനോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അതല്ല മരണപ്പെടാത്ത ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനെയാണോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. ആ രംഗം ശാന്തമാക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില ഇൻഖലബ്തും അലാ അഅഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഉൻ വസയജ്സിയല്ലാഹു ശാകിരീൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് നബി എന്നത് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ പോലെയുള്ള ഒരു പ്രവാചകനാണ്. അഫ ഇൻ മാത ഔ ഖുതില, മുഹമ്മദ് നബി കൊല ചെയ്യപ്പെടുകയോ ആ മുഹമ്മദ് നബി മരണപ്പെടുകയോ ചെയ്യുമ്പോൾ ഇൻഖലബ്തും അലാ അഅഖാബികും, നിങ്ങൾ മടമ്പുകാലിന്മേൽ തിരിഞ്ഞു പോവുകയാണ്. ഇനി ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം സക്കാത്ത് നൽകാത്ത ചില ആളുകൾ ഉണ്ടായിരുന്നു. നബി മരിച്ചില്ലേ, ഇനി ഞങ്ങൾ അങ്ങോട്ട് ബൈത്തുൽ മാലിക്ക് സക്കാത്ത് കൊടുക്കൂല. അവര് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലായി. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹിയായി ഇറങ്ങിയ ആയത്തുണ്ടല്ലോ ഖുർആനിൽ, അതാണ് നിങ്ങൾ നബി മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോ പിന്തിരിഞ്ഞു പോകുക. ആരെങ്കിലും അങ്ങനെ പിന്തിരിഞ്ഞു പോയാൽ ഫലൻ യദുറല്ലാഹു ശൈആ, അല്ലാഹുവിനൊന്നും സംഭവിക്കൂല. വസയജ്സിയല്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്ന ആയത്ത് ഓതി. അപ്പോഴാണ് സഹാബത്ത് ഇതൊന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായി. അവരൊന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായി നബി മരിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നവരായിരുന്നു അവർ. വെറുതെ പറയല്ല.
അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആളുകൾ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിൽ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കാൻ കഴിയാത്തത് കാരണത്താൽ അദ്ദേഹം ഷാമിലേക്ക് പോയി. ബാങ്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയണല്ലോ ബാങ്കിൽ, കൊടുക്കാൻ കഴിയുന്നില്ല. കരച്ചില് കാരണം പൂർത്തിയാക്കാൻ കഴിയില്ല. അദ്ദേഹം ഷാമിലേക്ക്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ ഞങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിച്ച ദിവസം എന്നത് പ്രകാശവും പ്രഭയുമുള്ള ദിവസമായിരുന്നു. എന്നാൽ വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമു മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടതിന് ശേഷമുള്ള ദിവസങ്ങൾ എന്നത് ഇരുളടഞ്ഞ ദിവസങ്ങളായിരുന്നു. അത്ര പ്രയാസമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം അവർ പ്രവാചകനെ സ്നേഹിച്ചു. എന്നാൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്നത് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴോ മരണശേഷമോ ഒരാചാരമായി, ഒരാഘോഷമായി, പ്രതിഫലമുള്ള ഒരു കാര്യമായി, ഒരു സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, 23 വർഷം പഠിപ്പിച്ചിട്ടില്ല. 29.5 വർഷം ഭരണം നടത്തിയ സഹാബത്തിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് ആഘോഷിക്കാത്തത്. അപ്പൊ ചില ആളുകളൊക്കെ പറയും, അപ്പോ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ, അപ്പോ അതെന്തിനാണ്? അപ്പൊ അത് ഭൗതികമായ ഒരു കാര്യമാണ്. നമ്മൾ ഇബാദത്താണ്, സുന്നത്താണ്, പുണ്യമാണ്, മതാചാരമാണ്, വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ഒരു സുന്നത്താണ്, അതൊരു ഇബാദത്താണ്, അതൊരു പുണ്യമാണ്, അതൊരു മതാചാരമാണ്, അതൊരു വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ടല്ല ആഘോഷിക്കുന്നത്. മറിച്ച് അത് ചരിത്രപരമായ ഒരു അനുസ്മരണമാണ്. അത് ഈ ദുനിയാവിന്റെ കാര്യമാണ്. ഇനിയും ഇവിടെ പല ആഘോഷങ്ങളും വരും. എന്നാൽ ഇതൊരു ഇബാദത്താണ്, ഇതൊരു സുന്നത്താണ്, ഇതൊരു പുണ്യമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ആ ആഘോഷങ്ങൾക്ക് പല തകരാറുകളുണ്ട്. ഒന്ന്, അത് ബിദ്അത്താണ്. മതത്തിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാകുകയാണ്. അതുണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതുമായി ബന്ധപ്പെട്ട് ചൊല്ലുകയും പറയുകയും ചെയ്യുന്നതൊന്നും മതരേഖകളിലുള്ള കാര്യങ്ങളാവൂല. രണ്ടാമത്തേത്, ഇത് ഇബാദത്താണ്, സുന്നത്താണ്, പുണ്യമാണ് എന്ന് പറയണമെങ്കിൽ വിശുദ്ധ ഖുർആനിലും പ്രവാചക ചര്യയിലും തെളിവാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു. അപ്പൊ അല്ലാത്തതോ നമ്മുടെ കാര്യത്തിൽ, മതത്തിന്റെ കാര്യത്തിൽ പുതുതായ ഒരു കാര്യം വിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ അത് ഒഴിവാക്കേണ്ടതാണ്. മൂന്നാമത്തേത്, എന്താണ് നബിയെ സ്നേഹിക്കാനുള്ള മാർഗം? നബി ഇവിടല്ല, നബി ഉള്ള കാലത്താണ് ഇവരിങ്ങനെയൊക്കെ സ്നേഹിച്ചത്. ഇനി നമുക്ക് നബിനെ സ്നേഹിക്കണം. എന്താ മാർഗം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക. മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ നശിച്ചു പോകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോൾ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ഇതാണ്, എന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ നശിച്ചു പോകട്ടെ. ആ സ്വലാത്തും എന്താകണം? നബി പഠിപ്പിച്ച സ്വലാത്താകണം. പഠിപ്പിക്കാത്തത് വന്നാലോ അതിൽ ഇസ്ലാമിലില്ലാത്തത് കടന്നു വരും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ സാഹിബുൽ താജി വൽ ബുറാഖി വൽ അലമി ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹത്തി വൽ മറദി വൽ അലം. അറബി അറിയാത്ത ആളുകൾക്കും ഇതെന്തോ ഒരു പ്രാർത്ഥനയായിട്ടാ തോന്നുന്നത്. കുറച്ച് രീതിയിലും കൂടി ചൊല്ലിയാൽ ഇങ്ങനെ തോന്നാം. അതിന്റെ അർത്ഥം, ഇത് നബിക്ക് ശേഷം ഉണ്ടാക്കിയ സ്വലാത്ത്. നബിയെ സ്വപ്നം കാണാനുള്ള താജു സ്വലാത്ത് എന്ന പേര്. ദാഫിഉൽ ബലാഇ, പരീക്ഷണങ്ങളെ തടയുന്ന പ്രവാചകരെ, വൽ വബാഇ, സാംക്രമിക രോഗങ്ങളെ തടയുന്ന പ്രവാചകരെ, വൽ ഖഹത്തി വൽ മറദി വൽ അലം, രോഗങ്ങളെയും വേദനകളെയും പ്രയാസങ്ങളെയും തടയുന്ന പ്രവാചകരെ. അപ്പൊ ആരോടായി ചോദ്യം? പ്രവാചകനോടായി. എന്നാൽ യഥാർത്ഥ സ്വലാത്തോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. صلاة
ഇതാരോടാ പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നീ അനുഗ്രഹിക്കണം റബ്ബേ. വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിയെയും ഇബ്രാഹിം നബിയുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചതുപോലെ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഇന്നക ഹമീദും മജീദ്, പ്രവാചകരെ അല്ലാഹുവേ നീ സ്തുത്യാർഹനും ഉന്നതനുമാണല്ലോ. നമ്മൾ നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സ്വലാത്ത്, അല്ലാതെ നബിയോട് നമ്മൾ തേടുന്നതല്ല സ്വലാത്ത്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന്റെ മേൽ. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും മേൽ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദും മജീദ്, അല്ലാഹുവേ, അല്ലാഹുവോടാണ് നീ സ്തുത്യാർഹനും ഉന്നതനുമാണല്ലോ. അപ്പൊ നമ്മൾ നബിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് സ്വലാത്ത്, അല്ലാതെ നബിയോട് പ്രാർത്ഥിക്കുന്നതല്ല സ്വലാത്ത്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ പഠിക്കണം, വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആരെയും വേദനപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. മനുഷ്യന്മാരൊക്കെ പല അവസ്ഥകളിൽ വളർന്നു വന്ന ആളുകൾ ഉണ്ടാവും. ആളുകൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പൊ നബിയെ എങ്ങനെ സ്നേഹിക്കണം? നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. പിന്നെ ഖുർആൻ പറഞ്ഞു എങ്ങനെ സ്നേഹിക്കേണ്ടത്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോ നബിയെ പിൻപറ്റുക എന്നതാണ്. പിൻപറ്റണം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ ഒരാള് നബിയുടെ ജീവിതത്തിൽ പറഞ്ഞ സുന്നത്തുകൾ, ഫിഅല്, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ വാക്ക്, പ്രവാചകൻ സമ്മതിച്ചതൊക്കെയാണ് സുന്നത്ത്. അത് പരമാവധി ജീവിതത്തിൽ ചെയ്യാം. അപ്പോ നബിയോടുള്ള ഇഷ്ടാവും. അതാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ. അല്ല നമ്മൾ മധുരം കഴിച്ചതിന് ഇഷ്ടമാണ് എന്ന് പറയുന്നതൊക്കെ അത് നമുക്കൊരു സന്തോഷം ഉണ്ടാകും, പക്ഷെ അതിന് മതപരമായ ഒരു അടിസ്ഥാനമില്ല. അപ്പൊ മതപരമായ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം വരുമ്പോഴുള്ള ഒരു പ്രയാസം എന്താന്ന് ചോദിച്ചാല് അതിൽ ഇസ്ലാമിനെതിരെയുള്ള കുറെ കാര്യങ്ങൾ കയറിക്കൂടി. ഒരു ഉദാഹരണം, ഇപ്പൊ മങ്കൂസ് മൗലീദ് എന്ന് പറഞ്ഞൊരു മൗലീദ്, നബിയെ മദ്ഹ് ചെയ്യുന്ന മൗലീദ് എന്ന് അതിന് പറയാ. പക്ഷെ അതിൽ സത്യത്തിൽ നബിയെ മദ്ഹ് ചെയ്യല്ല, അതായത് ഇല്ലാത്തത് പറയണം. നബി പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകൻ ഈസയെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. കാരണം ഞാൻ ആരാ? ഞാൻ അല്ലാഹുവിന്റെ അടിമയായ ഒരു പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ താഴേക്ക് നബിനെ വെക്കാൻ പാടില്ല. എങ്ങനെ? നബി ആരാ? നമ്മളമായൊരാള് അല്ല, നമ്മളമായൊരാളല്ല നബി. നബി ആരാണ്? മുഹമ്മദുൻ അല്ല, മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനാണ്. അല്ലയാണോ? അല്ല. അപ്പൊ പഠിപ്പിച്ചു തന്നതുപോലെ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും നല്ല സ്ഥാനം എന്താ? അള്ളാഹുവിന്റെ നല്ല അടിമയാകുക എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ശറഫുൽ അനാം മൗലീദ് അതിലൊരു വരി ഇങ്ങനെയാണ്: അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. അബ്ദുക, പ്രവാചകരെ നിന്റെ അടിമ. അപ്പൊ അടിമയാരായി? ഈ പറയുന്ന ആളായി. ഉടമയാരായി? പ്രവാചകനായി. അൽ മിസ്കീനു, സാധുവായ അടിമ. യർജു, ആഗ്രഹിക്കുന്നു. ഫളലകൽ ജമ്മൽ ഗഫീറു, താങ്കളിൽ നിന്നുള്ള പാപമോചനം. ഫീക, പ്രവാചകരെ നിങ്ങളിലുണ്ട്. അഹ്സൻതു ളന്നി, എനിക്ക് നല്ലൊരു വിചാരമുണ്ട്. യാ ബശീറു യാ നദീറു, നദീറും ബശീറുമായ പ്രവാചകരെ. അപ്പൊ പാപമോചനം നബിയോടായി തേടൽ. അടിമയാരായി? നമ്മളായി. ഉടമയോ? പ്രവാചകനായി. പറ്റൂല, ശരിയല്ല. എന്തുകൊണ്ടാ? ഇത്ര വലിയ ഒരു ആഘോഷമാണെങ്കിൽ ആ ഹദീത്തിൽ അതിൽ ആഘോഷിക്കേണ്ട രൂപം ഉണ്ടാവില്ല. അപ്പൊ പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കേണ്ടത്? രൂപമുണ്ട്. പെരുന്നാളിൽ ആദ്യം എന്താ? നമസ്കാരാണ്. നമ്മളെ അഭിപ്രായത്തിനാക്കിയതല്ല നമസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ പെരുന്നാൾ നമസ്കാരത്തിൽ ആദ്യം നമസ്കരിച്ചു, പിന്നെ ഖുതുബ പറഞ്ഞു. ഒരൊറ്റ ഖുതുബ.
അത് നബി പഠിപ്പിച്ചത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അല്ലാതെ ഒരു വെറൈറ്റി ആക്കാൻ നമുക്ക് ചെറിയ പെരുന്നാൾ ആക്കിയതല്ല. അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു മാർഗമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാലം കഴിയുമ്പോൾ ഇതിന് പുതിയ പുതിയ സംഗതികൾ വരുന്നത്. ഇനി ഈ മങ്കൂസ് മൗലിദ് നോക്കൂ നിങ്ങൾ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകന്റെ പ്രകാശത്തെ ലോകം സൃഷ്ടിക്കുന്നതിന്റെ മുൻപ് അല്ലാഹു സൃഷ്ടിച്ചു. അല്ല, ആദ്യം സൃഷ്ടിച്ചത് ലോകത്തെയാണ്. അപ്പൊ ആ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപ് ഒരു പ്രവാചകന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറയാൻ കാരണം ആ പ്രകാശത്തെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിക്കാനാണ്. പക്ഷെ അതിൽ ഇസ്ലാമിൽ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും തെളിവില്ല എന്ന് മാത്രമല്ല, അതിന് കഴിഞ്ഞ ശേഷം ഗദ്യ രൂപത്തിൽ ഇങ്ങനെയാണ്: ആദം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോ ആദം നബി മധ്യവർത്തിയാക്കിയത് ബിഹി എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തെയാണ്. ഈ പ്രകാശത്തെ മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് ചോദിച്ചു. ഖുർആനിനെതിരാവും. കാരണം സൂറത്തുൽ അഅറാഫിലെ 23-ാം വചനത്തിൽ പറയുന്നത് ആദം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വതർഹംനാ, നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരായി തീരും. ഖുർആൻ സൂറത്തു അഅറാഫിൽ 23-ാം വചനത്തിൽ പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയും അല്ലാഹുവിനോട് പാപമോചനം നടത്തിയെന്നാണ്. പക്ഷെ മങ്കൂസ് മൗലിദ് പറയുന്നത് ഈ പ്രകാശത്തെ മധ്യവർത്തിയാക്കി ചോദിച്ചു. നൂഹ് നബിയുടെ കാലത്ത് ഒരു പ്രളയം ഉണ്ടായല്ലോ. അപ്പൊ എന്താ നൂഹ് നബി ചെയ്തത്? ബിഹി എന്ന് പറഞ്ഞ പ്രകാശത്തെ കൊണ്ട് സഹായം തേടി. അങ്ങനെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖുർആനിൽ എത്രയോ സ്ഥലത്ത് 10-ന് മുകളിൽ സ്ഥലത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്ന ഖുർആനിലെ സൂറത്തുൽ അംബിയ അതിലെ 76-ാമത്തെ വചനത്തിൽ പറയുന്നത് വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു ഫനജയ്നാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു, നാം അതിന് ഉത്തരം നൽകി. ഫനജയ്നാഹു, നാം രക്ഷപ്പെടുത്തി അദ്ദേഹത്തെയും വഅഹ്ലഹു, അദ്ദേഹത്തെ കുട്ടിന്റെ ആളുകളെയും മിനൽ കർബിൽ അളീം, ഏറെ പ്രയാസത്തിൽ നിന്ന്. ഖുർആൻ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയും. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി ഫആദ വസ്വാറ ലഹ്ബുഹാ മുഹമ്മദ. ഇബ്രാഹിം നബിയെ നമ്രൂദ് രാജാവ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ വകാന ഫീ സുൽബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ സുൽബിൽ ഈ പ്രകാശം ഉണ്ടായിരുന്നു. സുൽബ് എന്ന് പറഞ്ഞാൽ മുതുക്. എന്നാൽ സൂറത്തു അംബിയായിൽ തന്നെ വിശദീകരിച്ച് ചരിത്രം പറയും. നമ്രൂദ് രാജാവ് പറഞ്ഞു, ഖാലു ഹർരിഖൂഹു, അദ്ദേഹത്തെ നിങ്ങൾ കരിച്ചു കളയുക. വൻസുറു ആലിഹതക്കും, അദ്ദേഹത്തിന്റെ ദൈവങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കട്ടെ. ഇൻ കുൻതും ഫാഇലീൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കട്ടെ, കരിച്ചു കളയുക. ഖുൽനാ, നാം പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ മേൽ തണുപ്പുമാകുക, സമാധാനവും നൽകുക. അവരൊരു കെയ്ത് നടത്തിയതാണ്, അവരൊരു തന്ത്രം നടത്തിയതാണ്. എന്നാൽ ആ തന്ത്രത്തെ നാം പൊളിച്ചു കളഞ്ഞു. ഇത് വളരെ കറക്റ്റ്, അതില് ഏറ്റക്കുറിച്ചിലൊന്നുമില്ല. ഒന്ന് മങ്കൂസ് മൗലിദ്, മറ്റൊന്ന് ഖുർആനിലായത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ മദ്ഹ് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ കൂട്ടിച്ചേരും. പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് പലപ്പോഴും ഇതിന്റെ അർത്ഥമോ ആശയമോ അറിയൂല. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച 23 വർഷം ആഘോഷിച്ചിട്ടില്ല. അത്ര വലിയ ആഘോഷം നമ്മുടെ നാട്ടിൽ. അപ്പൊ അത്ര വലിയ കാര്യങ്ങളും തെളിവുകളും അതിന് പറയണല്ലോ. ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം 300 നൂറ്റാണ്ട് വരെ ഇതിന്റെ ആഘോഷങ്ങൾ നടന്നിട്ടില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ആഘോഷിച്ചിട്ടില്ല.
ഒരാഘോഷം എന്തെങ്കിലും ഒരു വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതി വെച്ചൊരു കിതാബില് ഇല്ല. അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ പുതിയതായി മതമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അത് മതത്തിലെ പല കൂട്ടിച്ചേർക്കലുകളുമാകും. അത് അപകടമാണ്, നിസാരല്ലേ. മതം എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. ഇത് മതമല്ല എന്ന് പറഞ്ഞ് കുറച്ചായി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മതം വികൃതാവും. ഇത് മതമാണ് എന്ന് പറഞ്ഞാൽ മതത്തിലേക്ക് കുറച്ച് ഫിറ്റ് ചെയ്താലോ അപ്പോഴത് വികൃതാകും. മതം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു സംഗതിയാണ്. അതിനെ ഫോളോ ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.